ഗുഡ് മോർണിംഗ് ഗൈസ്. നമ്മൾ ഇന്ന് മൂന്നാമത്തെ ദിവസത്തിലേക്ക് കടന്നിരിക്കുകയാണ്. ഇന്ന് നമ്മൾ പോകുന്നത് സഫാരി വേൾഡിലേക്കാണ്. എന്റെ മക്കളെ, എന്താ അടിപൊളി സൂ! ഇവിടെ കാണാത്ത മൃഗങ്ങളും പക്ഷികളും ഒന്നുമില്ല. ഇവരൊക്കെ നമ്മൾ മനുഷ്യന്മാരെക്കാളും ഭേദാന്ന് നമുക്ക് കാണുമ്പോൾ തോന്നുന്നത്. പക്ഷെ ഒരു കാര്യത്തിൽ മാത്രമേ ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായിട്ടുള്ളൂ. ഒരുപാട് നടക്കണം. നടന്നു നടന്ന് കാല് കടഞ്ഞു എന്ന് തന്നെ പറയാം. നമ്മൾ ആ വെയിലത്ത് കുറച്ചധികം നടന്നു. അങ്ങനെ നമ്മൾ ആദ്യത്തെ ഷോയിലേക്ക് എത്തി. ആദ്യത്തെ ഷോ എന്ന് പറയുന്നത് ഒറാങ്ങുട്ടൻ ഷോ ആണ്. അതാണെങ്കിൽ ഭയങ്കര കോമഡി ആയിരുന്നു. അങ്ങനെ ആ കുരങ്ങന്മാരുടെ വക ഡാൻസും പാട്ടും റെസ്ലിങ്ങും എല്ലാം തന്നെ ഉണ്ടായിരുന്നു. അതൊരു ഫുൾ എൻജോയ്മെന്റ് പാക്കായിരുന്നു. ഇതുകൂടാതെ വേറെ ഒരുപാട് ഷോസ് ഉണ്ട് കേട്ടോ. അടുത്ത ഷോ എന്ന് പറയുന്നത് എലിഫന്റ് ഷോ ആണ്. അതിനു മുന്നേ കുറച്ച് ചേച്ചിമാരുടെ ഡാൻസും ഉണ്ടായിരുന്നു. അതും നല്ലായിരുന്നു. എലിഫൻസ് ഒക്കെ വന്ന് ഓട്ടവും ചാട്ടവും ബോളിനെ കൊണ്ടുള്ള കളിയൊന്നും പറയണ്ട. അതും ഗംഭീരായിട്ട് തന്നെ കഴിയും. ഗായ്സ്, അടുത്ത ഷോ എന്ന് പറയുന്നത് സ്പൈവാറാണ്. ഓ, അതൊന്നും പറയണ്ട. ആകെ വിടിയും മടിയും കുത്തൊക്കെ പറഞ്ഞ് ആകെ ഒരു ജഗ പുകയായിരുന്നു. പക്ഷെ കുറച്ച് സീരിയസ് ആയിട്ടാണെങ്കിലും അടിപൊളിയായിട്ട് അതും കണ്ടു തീർത്തു. അത് കഴിഞ്ഞിട്ടുള്ള ഷോ എന്ന് പറയുന്നത് ഡോൾഫിൻ ഷോ ആണ്. അതും അടിപൊളിയായിരുന്നു. ആ വെള്ളമൊക്കെ ചീറ്റിയിട്ട് അവരുടെയൊക്കെ ഒരു കളി കാണുന്നു. അടിപൊളി എന്ന് തന്നെ പറയാം. അടുത്ത ഷോ എന്ന് പറയുന്നത് സീ ലയൺ ഷോ ആ. അതും സൂപ്പറായിരുന്നു. അവരുടെ ഓരോ ആക്ഷൻസ് കാണുമ്പോഴേ സത്യം പറഞ്ഞാൽ ചിരിച്ച് ചാവ. അങ്ങനെ ഷോസ് ഒക്കെ അടിപൊളിയായിരുന്നു. ശരിക്കും പറഞ്ഞാൽ അവരുടെ ട്രെയിനിങ്ങിന് അത് ഒരു കൈ കൊടുക്കുക തന്നെ വേണം. കാരണം അത്ര അടിപൊളിയായിട്ടാണ് ഇവരെയൊക്കെ തന്നെ ട്രെയിൻ ചെയ്ത് നമുക്ക് നല്ലൊരു എന്റർടൈൻമെന്റ് ആവുന്നത്. പിന്നെ ഇവൻ നിങ്ങൾക്ക് അറിയുന്നല്ലേ, ഇവനാണ് നമ്മുടെ ഫേമസ് ഒറാങ്കുട്ടൻ. ഞാൻ പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ലല്ലോ. പിന്നെ അവിടെ നിന്ന് ഇറങ്ങിയതിനു ശേഷം നമ്മൾ പോയത് അതിൽ കുറച്ച് പുറത്തേക്കായിട്ടുള്ള ഒരു സഫാരി പാർക്കിലേക്കാണ്. അവിടെ കുറെ വൈൽഡ് ആനിമൽസിനെ കണ്ടു. സിംഹത്തിനെയും കടുവേനെയും കരടീനെയും അങ്ങനെ പറയേണ്ട മിക്ക എണ്ണത്തിനെയും നമ്മൾ കണ്ടു. പക്ഷെ എല്ലാം കുറച്ച് വയസ്സായതാ. പാവം കിടന്ന് കഷ്ടപ്പെടുന്നുണ്ടായിരുന്നു അവിടുന്ന്. അങ്ങനെ ഗൈസ്, അവിടുന്ന് എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ പുറത്തിറങ്ങി. പിന്നെ അവിടുന്ന് ഇറങ്ങുമ്പോഴത്തേക്കും തന്നെ നൈറ്റ് ആയിരുന്നു. പിന്നെ നമ്മൾ ബാങ്കോക്ക് ഒന്ന് കറങ്ങാൻ വിചാരിച്ചു. സത്യം പറഞ്ഞാൽ ഇങ്ങനെയൊക്കെ കുറെ തിരക്കിന് മര്യാദയ്ക്ക് ഒന്ന് ബാങ്കോക്ക് കാണാൻ പറ്റിയിട്ടില്ല. അങ്ങനെ രാത്രി ഏകദേശം ഒരു 11-12 മണിയൊക്കെ ആകുമ്പോഴാണ് നമ്മൾ പുറത്തേക്ക് ഇറങ്ങുന്നത്. അവിടുത്തെ നൈറ്റ് ലൈഫ് അത് പറയാതിരിക്കാൻ വയ്യ, അത്രക്കും അടിപൊളിയാണ്. കാരണം അവിടെ ആരും ഉറങ്ങാറില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇത്രയും ലേറ്റ് ആയിട്ടും രാത്രി 1 മണിയും 2 മണിയും ഒക്കെ നമ്മൾ പുറത്തായിരുന്നു. ആ സമയത്തൊക്കെ അവിടുത്തെ നൈറ്റ് ഫുൾ ഓൺ ആണ് ഗൈസ്. നമ്മൾ പിന്നെ ബോഡി സ്പാ ചെയ്തു, ഹെയർ സ്പാ ചെയ്തു, ഫുഡ് മസാജ് ചെയ്തു, അങ്ങനെ എല്ലാ നൈറ്റ് ചെയ്തു. അതുകൊണ്ട് അതും അടിപൊളിയായിരുന്നു. പിന്നെ അല്ലറ ചില്ലറ കുറച്ചും കൂടി പർച്ചേസ് ചെയ്തു. അവിടുത്തെ സ്ട്രീറ്റിലൊക്കെയുള്ള ഡ്രസ്സും കാര്യങ്ങളൊക്കെ അടിപൊളിയായിരുന്നു. നല്ല നല്ല കളക്ഷൻസും സെലക്ഷൻസും ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് തിരിച്ച് നമ്മുടെ റൂമിലെ ഹോട്ടലിലേക്ക് എത്തി. ഹോട്ടലിലേക്ക് വന്നത് ടുക് വിളിച്ചിട്ടാണ്. ടുക്കിലെ യാത്ര അതും കിടിലനായിരുന്നു കേട്ടോ. അങ്ങനെ ഗൈസ്, നമ്മുടെ 3rd ഡേയും ഇവിടെ അവസാനിച്ചിരിക്കുന്നതായി ഞാൻ അറിയിക്കും. ബൈ.